സ്വഭാവം മാറ്റിയില്ല. എന്താ പന്റെ ഉദ്ദേശം? ഇവിടെ ഒളിച്ചു താമസിക്കാൻ വന്നാണ് സുഖവാസ മാമാന്റെ സമ്മതിക്കൂല. എന്ത് മനസ്സിലാക്കണം? ഇതിന്റെ ബ്രോക്കറാ ഉളുപ്പുണ്ടോ? റോയ് സാർ ഇതാ ഇവന്താ ഒരു പെണ്ണിനായിട്ട് വന്നീനാ. പെണ്ണിന്റെ മുഖം ഞാൻ കാണട്ടെ. ഇത് ജെയിംസ് അല്ലേ? ആണോ? പിന്നല്ലാണ്ട് ഇവനെന്തൊക്കോലത്തില്? അതൊക്കെ പറയാം. നടന്നത് എന്താണെന്ന് ജെയിംസ് പറയട്ടെ.
അന്നത്തെ പിടിവലിയുടെ ഇടയിൽ അവൻ്റെ പോക്കറ്റ് കയറി എൻ്റെ കയ്യിൽ വന്നു. കൂടെ ഈ കഷ്ണം കടലാസും. അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതാ ഞാനത് കളയാണ്ട് സൂക്ഷിച്ചേ. നോക്കട്ടെ, ഒരു സീനറിയാണ്. ഒരു തോണിയും തോണിക്കാരനും കൂടി എൻ്റെ ഉഷാറാവില്ല അല്ലേ? ഇതിലാ വീട്ടിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പപ്പ വീടിൻ്റെ പ്ലാൻ ഒരു കാര്യം ഉറപ്പാ, ഇതാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണ കൊല്ലാനുള്ള കൊട്ടേഷൻ. കൊല്ലാനുള്ള കൊട്ടേഷനാണ് ഇതിൻ്റെ അകത്ത് കത്തിയല്ലേ വരയ്ക്കണ്ടേ? ആ, അത് ചിലപ്പം പുഴയിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടി. അതാണ് പുഴ. വലിയൊരു അപകടത്തിലാണ് ഞാൻ ചെന്ന് ചാടിക്കണേന്ന് പിന്നീടാണ് സാർ എനിക്ക് മനസ്സിലായത്. സാറന്മാര് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ അറിഞ്ഞു. നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു. തെളിവുകളൊക്കെ എനിക്കെതിരാന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കള്ളനല്ലേ സാറേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും സാറന്മാരെ കണ്ടുപിടിച്ച് ഉള്ള കാര്യം തുറന്നു പറയാം. പിന്നെ വിഷ്ണു സാറ് എന്നെ കണ്ടുപിടിച്ച് അതിവിദഗ്ധമായി കുടുക്കിയ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് പറയണം. അതൊക്കെ സൗകര്യം പോലെ എല്ലാവരും പിന്നെ പറഞ്ഞോളാം. എന്നാലും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ആളൊരു സംഭവം തന്നെ. അപ്പൊ എങ്ങനെ ജെയിംസ് സെബാസ്റ്റ്യനായിട്ട് പരിചയം? കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. വേറെ മുൻപരിചയമൊന്നുമില്ല. ജെയിംസിൻ്റെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാണ്. ജയിലിലോ? ജയിലിലല്ല, പുറത്ത്. ഈ പോര കൊടുക്കാറില്ല സാറേ. സാറന്ന് തന്നെ കീഴ്പ്പെടുത്തിയ വീടുണ്ടല്ലോ, അതൊരു അമേരിക്കക്കാരൻ ഇവനെ വിൽക്കാൽപ്പിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഒക്കെ നടന്ന് അതൊന്നും കാണാൻ പറ്റില്ല. അത് നന്നായി. നമ്മളിപ്പോ ജെയിംസിനെ പോലെ ഒരു മുഴുക്കള്ളനെയും കൊണ്ട് നമ്മുടെ സാറുമാരുടെ അടുത്തേക്ക് പോയാ ഈ കഥ അവര് വിശ്വസിക്കില്ല. എവിടെ ഇന്ന് വരെ ഒരു കള്ളനും സത്യം പറഞ്ഞ പോലീസുകാർ വിശ്വസിക്കില്ല അല്ലേ? ഞാൻ അന്ന് കണ്ട ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. അവൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു രേഖചിത്രം വരയ്ക്കാം. എന്താ?